അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്ന് വിചാരിച്ച്. രാവിലെ തന്നെ കാക്ക കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടോ. ആദ്യമായിട്ട് ലോങ് വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, പക്ഷെ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് സൂര്യൻ്റെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിമ്മി വിളിച്ചു തുടങ്ങി. ഇനി അവനെ തുറന്നുവിടാനുള്ള പരിപാടിയാണ് എടുത്ത്. കണ്ടില്ലേ പീസ്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതുപോലെ സൂര്യൻ്റെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ള പോസിറ്റീവ് വൈബ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അപ്പുറത്തൊരു പട്ടിയുണ്ട്. 24 മണിക്കൂർ ഈ കുറെ മാത്രം ഉണവ്. അങ്ങനെ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അത് പോയി കാണണം. സോ ഉച്ചയ്ക്ക് 2:15 ടിക്കറ്റ് കണ്ടാണ്. അപ്പം നേരത്തെ തന്നെ ചോറൊക്കെ കഴിച്ചിട്ട് പോകണം. നേരത്തെ വല്ല ഫുഡും ഉണ്ടാക്കണം. അമ്മ ഇന്നലെ കിടക്കാൻ നേരത്തെ പറഞ്ഞ് നേരത്തെ എണീറ്റ് അരി കടുപ്പിട്ടോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നല്ലോ ഉണ്ടാക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് തന്നെ നെയ്യ് കാച്ചും. പാലിൻ്റെ പാൽ രാത്രി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാച്ചും. ഒരു വലിയ ബോട്ടിൽ നിറച്ചാക്കിയിട്ട് മാസത്തിലൊരിക്കലും അങ്ങനെയൊക്കെയാണ് കാച്ചത്. അപ്പം ഇന്നലെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യും അതിൻ്റെ തുത്തും കൂടെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് പാലും പാടയും കൂടെ തിരിക്കണേ. ഈ പാടേനെ ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നിട്ട് അപ്പം അമ്മ പറഞ്ഞത് കട്ടിയാക്കി വീണ്ടും ഒന്നും കൂടി ചൂടാക്കിയാൽ നെയ്യ് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാടേനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നെയ്യിനെ കാച്ചിയെടുക്കണേ. കണ്ടില്ലേ തിളയ്ക്കണ തിള കണ്ടില്ലേ? ഇതാണ് നമ്മൾ ഹോം മെയ്ഡ് നെയ്യ്. അമ്മ സോ കലിപ്പാണ്. സോ എപ്പോഴാണ് വീഡിയോ നിർത്തണേന്ന് അറിഞ്ഞൂടെ. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യല്ലേ അമ്മ? അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. അല്ല, അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാ? നല്ല സൂപ്പർ നെയ്യ് ദോശയായിരുന്നു. ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം മാത്രമേ ഇങ്ങനത്തെ നല്ല നല്ല വിഭവങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ എൻ്റെ കയ്യിലുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ തന്നെ. അപ്പം ഇനി കുറേ തുണി കഴുകണം, അതുപോലെ അടുക്കളയിൽ കറികളൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. നീ അത് പെട്ടെന്ന് പ്രേമിക്കണം. അമ്മ എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു തരുമോ? ഞങ്ങൾ നമുക്ക് ഹെൽമെറ്റ് വേണോ? വാങ്ങിച്ചു എനിക്കൊരു സ്കൂട്ടറും കൂടെ വാങ്ങിച്ചു തരുമോ? സ്കൂട്ടർ വേണോ? അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവന് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ. കണ്ണെടുക്കാതെ നോയിക്കൊണ്ടിരിക്കും. എന്ന് ടീച്ചർ അച്ഛനമ്മ വിളിച്ചോണ്ടാൻ പറയാൻ വായിക്കും ജോലി. ഞാനില്ല. ഞാനും കൂടെ എന്നിട്ട് ഇവിടെ മുറിക്കാന്നല്ലേ പറഞ്ഞേ. ഇല്ല ഇല്ല, ചക്ക മീൻ ഇത് പഴുത്തതല്ലേ? കറി വയ്ക്കാനല്ലേ? ഇതാര് കുറച്ചൊന്ന് മങ്കട മീൻ. ആ, ബ്ലൂ എവിടെ? ബ്ലൂ എവിടെ അപ്പൂ? ബ്ലൂ എവിടെ? ആ, ഇതാണ്ടിരിക്കണേ. മാമ്പഴപ്പുളിശ്ശേരി. നമ്മുടെ കൈ വൃത്തിയുണ്ടോ? ആ, പണ്ട് പറ. മാങ്ങ ഉറയിട്ട് വെക്കും, മുട്ട ഞാൻ അത് പച്ചയ്ക്ക് പൊട്ടിച്ച് തിന്നല്ലേ?
ആണിയിലാൻ പൊട്ടിച്ച് ഞാൻ മോനെ പറയും കോഴി പൊത്തി പൊട്ടിച്ച് തിന്നു. എന്നിട്ട് ഒരു ദിവസം സമയം ചേച്ചി ചുമ്മാ അവർ അടക്കാൻ പോലെ സമയം അവര് ഈ തള്ളേരത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ കോഴി പൊട്ടി ആണിയിലാണ് പൊട്ടിക്കണം. അതിനുശേഷം അവര് എന്നെ മുട്ട എടുക്കാൻ സമയം അമ്മ എന്നെ എടുക്കോ? പക്ഷെ ഇവരെടുത്ത് അടക്കം വയ്ക്കും. എന്നിട്ട് നിങ്ങൾ എന്നെ എടുത്തില്ല? പണ്ട് കുറെ മുട്ട കഴിച്ചാണല്ലേ? പോലെ ഇവര് മുറിഞ്ഞി കെട്ടി തൂക്കും, ചാക്ക കെട്ടി മൂടി വയ്ക്കും. പഴക്കുമ്പോ കാളമണ്ണ മാത്രം നോക്കുമ്പോ കാളമണ്ട മാത്രം ഞാൻ അടുപ്പിന്റെ മണ്ടേ കയറും. അടുപ്പിന്റെ മണ്ടേ കയറും. എന്നിട്ട് ഇതൊക്കെ എവിടെ പോയാ? അന്ന് ഞാൻ കാണാൻ നിന്നെ പോലെ പക്കി കൊറ്റ പിടിച്ചാൽ ഞാൻ പക്കി കൊയ്ത്തൊന്നുമല്ല, ഞാൻ ഇപ്പൊ ആഹാരം കഴിച്ചു നല്ല വണ്ണം വെച്ച്. ആ കൊച്ചിനോട് കൊടുക്കാതെ സെറ്റാ. വീട്ടിലുണ്ടാക്കണ നെയ്ക്ക് വേറെ ടേസ്റ്റ് ഉണ്ട്. അതാണ് മസാല ദോശയിലും അത്രയും. പുഴുവുള്ള മാങ്ങയാണെങ്കിൽ ഇല്ല, നാട്ടുമാങ്ങയില് പുഴു കയറൂലല്ലേ? പായസം കുടിച്ചാൽ കിട്ടും. ഞാൻ ക്യാരറ്റ് പായസം പാലൊഴിച്ച പോലത്തെ ഫീല് കുറച്ചൊക്കെ എനിക്കുണ്ട്. ഇന്നലത്തെ തീയൽ എങ്ങനെ ഉണ്ടായിരുന്നമ്മ? തീയലും ചേന മെഴുക്കുവരട്ടിയും. പറയാമ്മ, ഉടനെ അതിന്റെ റെസിപ്പി ഞാൻ ഇടും. പറയാമ്മ. അല്ല ഇതാ തീയല് എങ്കിലും നല്ല രീതിയിൽ പറ, എന്നെ അപ്രീഷിയേറ്റ് ഞാൻ കരടിയാ തേൻ കുടിക്കാൻ. തുണി വലിച്ചെടുത്തോണ്ട് പോണ്. പേര് ക്ലിയർ ആവില്ലല്ലോ. ഇടുക്കി ഹിൽ റേഞ്ച് റോ ഹണി. അമ്മ എടുത്തേരും കൊണ്ടുവിടും. അമ്മേനെ കൊണ്ടുവിടും. എന്ത് എനിക്കും കൂടെ അമ്മ. അപ്പം ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡുമായി എല്ലാം ആയി. ഇനി കുളിക്കണം, കഴിക്കണം, സിനിമയ്ക്ക് പോകണം. ഓക്കെ, ഇപ്പോഴാ കഴിച്ചിട്ട് വരെ അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ താമസിച്ചു, നല്ല താമസിച്ചു. ആൾക്കാരെല്ലാം കേക്ക് തന്നെ ചേർത്തിട്ട് ഗൈസ് അങ്ങനെ കറക്റ്റ് 1:30 വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി. ആഹാരം ഒന്നും നേരെ കഴിക്കാൻ പോലും പറ്റിയില്ല. പെട്ടെന്ന് ആര്യൊരു ചേർത്താക്കി. ഇപ്പോൾ ചേട്ടൻ പോത്തുംകൂടെ ഒന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് ഇനി ഇവിടുന്ന് ബസ് കയറി പോത്തുംകൂടെ ഇറങ്ങണം. അപ്പോൾ അവിടുന്ന് വന്നെടുത്ത് നേരെ കിച്ചക്ക് ഇനി തിയേറ്ററിൽ എത്തിയിട്ട് ബാക്കി. ഹൈപ്പില്ലാത്ത സിനിമയ്ക്ക് ആളും ഉണ്ട്, തിരക്കും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ സിനിമ കണ്ട് ഒന്ന് കുളിച്ച് ഇനി നാളെ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് പഠിക്കണം. എന്നിട്ട് ഫുഡ് കഴിച്ച് കിടന്നുള്ള അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണം. ഓക്കെ, നല്ല വീഡിയോ ആണെന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകളൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു.